ജ്യോതിഷ മാർഗദീപത്തിലേക്ക് സ്വാഗതം. പണ്ടുള്ളവർ മുടിയൻ എന്ന് പറഞ്ഞിരുന്നത് വീട്, കുടുംബം ഇവക്കൊക്കെ നാശം വരുത്തുന്ന ആളുകളെയാണ്. ന്യൂ ജനറേഷൻ അതിന്റെ അർത്ഥം മാറ്റി. കൂടുതൽ മുടിയുള്ളവനാണ് മുടിയൻ. അപ്പൊ നമ്മൾ എന്തിനു മാറി നിൽക്കണം? ഇനി വീഡിയോ കണ്ടു നോക്കൂ. ചില ആളുകളുടെ മുടിയും മീശയും ഒക്കെ കൂർത്തു നിൽക്കുന്നതായി കണ്ടിട്ടില്ലേ? മറ്റു ചിലർക്കാകട്ടെ ശരീരം മുഴുവൻ രോമമായിരിക്കും, രോമാവൃതമായിരിക്കും അവരുടെ ശരീരം. ഈ പ്രത്യേകതകളൊക്കെ കൊടുക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് ഈ പ്രത്യേകതകൾ ഒരു വ്യക്തിക്ക് സംഭാവന ചെയ്യുന്നത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ലഗ്നരാശിയുമായി, നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ രാശിയുമായി ശനിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രത്യേകതകൾ ആ വ്യക്തികളിൽ ദൃശ്യമാകുന്നത്. ശനിക്ക് ലഗ്നരാശിയുമായി ബന്ധം വരിക എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒന്ന്, ശനിക്ക് സ്വന്തമായിട്ടുള്ള രണ്ട് രാശികളുണ്ട് രാശിചക്രത്തിൽ, മകരം, കുംഭം. ഈ രാശികൾ ലഗ്നമായിട്ട് ജനിക്കുക, അതൊരു ബന്ധമാണ്. ഇനി അതല്ലെങ്കിൽ രാശി ഏതായാലും ആ ലഗ്നരാശിയിൽ ശനി ഉണ്ടാവുക, ലഗ്നത്തിൽ ശനി അടയാളപ്പെടുത്തിയിരിക്കുക എന്നർത്ഥം. അതുമല്ലെങ്കിൽ ഈ ലഗ്നരാശിയുടെ 4, 7, 11 ആയി വരുന്ന രാശികളിൽ ശനി നിൽക്കുക. ഇതൊക്കെയും ശനിക്ക് ലഗ്നത്തിന് പുറത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകങ്ങളാണ്. ഇനി ലഗ്നരാശിയിൽ തന്നെ ഈ ബന്ധം വേണമെന്നില്ല. ലഗ്നാധിപനുമായിട്ട് ഈ പറഞ്ഞ ബന്ധങ്ങൾ ഉണ്ടായാലും മതി. അതായത് ലഗ്നാധിപനോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ലഗ്നാധിപൻ നിൽക്കുന്നതിൻ്റെ 4, 7, 11 ഈ രാശികളിൽ നിൽക്കുക. ഇതൊക്കെ ലഗ്നത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ലഗ്നരാശിയുടെ സ്വഭാവം അനുസരിച്ചും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ചുമൊക്കെ ഇതിൽ നേരിയ മാറ്റങ്ങൾ വരാവുന്നതാണ്. ഉദാഹരണത്തിന് ശുക്രന്റെ രാശികളായിട്ടുള്ള ഇടവം, തുലാം ഈ രാശികളാണ് ലഗ്നമാകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഈ കൂർത്ത മുടിയും മീശയും ഒക്കെ ഉണ്ടായാലും അത് വളരെ ആകർഷണീയമായിരിക്കും, കാണുന്നതിന് നല്ല സൗന്ദര്യമുണ്ടാകും. അതേപോലെ ബുധന്റെ രാശിയായ മിഥുനം രാശിയിലാണ് ലഗ്നമായിട്ട് വരുന്നതെങ്കിൽ ആ മിഥുനം രാശിക്കാരുടെ പ്രത്യേകതയായിട്ട് തന്നെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് ചുരുണ്ട മുടിക്കാരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശനി വന്ന് നിന്നു എന്ന് കരുതി മുടി കൂർത്തതാകണം എന്ന് ഇല്ല. മേടം രാശിയാണ് ശനിയുടെ നീചരാശിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ മേടം രാശിയിൽ ശനി നിൽക്കുന്ന ആളുകൾക്ക് മുടി പെട്ടെന്ന് ജട പിടിക്കുന്ന ഒരു പ്രകൃതം കണ്ടുവരാറുണ്ട്. അതായത് മേടം രാശിയിലാണ് ശനിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ നമ്മൾ തല തേച്ച് കഴുകിയില്ല, മുടി ഷാമ്പു ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ കഴുകിയില്ലെങ്കിൽ പിന്നെ ചീകാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ അത് കട്ട പിടിക്കും എന്നർത്ഥം. ആ ഒരു പ്രത്യേകത കണ്ടുവരാറുള്ളതാണ്. ജ്യോതിശാസ്ത്രത്തിൽ മുടിയുടെ കാരകത്വം കൽപ്പിച്ചിരിക്കുന്നത് ശനിക്കാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിന് 6ാമത്തെ മാസം രോമങ്ങൾ മുളയ്ക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ശരീരത്തിൽ എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗർഭാവസ്ഥയിലെ 6ാമത്തെ മാസത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നതും ശനിക്കാണ്. മുടിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് മടിയുടെ കാര്യത്തിലും ശനിയുടെ റോള്. ഒരാളിൻ്റെ ലഗ്നത്തിൽ ഇതേപോലെ മുമ്പ് പറഞ്ഞ പോലെയുള്ള സ്വാധീനം ചെലുത്താൻ ശനിക്ക് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കണ്ടമാനം അലസതയുണ്ടാകും. എല്ലാ കാര്യങ്ങളും അവധിക്ക് വെക്കുന്ന ഒരു പ്രകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത മനുഷ്യനാണ് എന്നല്ല അർത്ഥം. മറിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് അവധിക്ക് വെക്കുക. ഒരു ബിൽ പേയ്മെന്റ് കെട്ടുന്ന ഒരു വിഷയം തന്നെയാണെങ്കിൽ അത് അവസാനത്തെ ദിവസം വരെ നോക്കിയിരുന്ന് കെട്ടുക. ഒരു ഏത് പ്രവൃത്തിയാണെങ്കിലും ശരി, അത് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതിരിക്കുക. അപ്പോൾ ഒരു ജ്യോതിഷിയുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം എടുത്ത് പരിശോധിക്കാം. അതിൽ ലഗ്നരാശിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊക്കെയാണ് ശനി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശനിയെ മാ എന്നായിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ സ്വയം മനസ്സിലാക്കാം മടിയനാണോ അതോ മുടിയനാണോ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പേര് നിവേദ്യ. വീണ്ടും കാണാം.